നിങ്ങൾക്ക് ഹൽവ കഴിക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹൽവ തയ്യാറാക്കിയാലോ? അതും നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വാങ്ങണ്ട. നമ്മൾ വീട്ടിൽ സാധാരണയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹൽവ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഞാനിവിടെ 1 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പഴം നല്ല പോലെ പഴുത്തതായിരിക്കണം. അപ്പോൾ നല്ല പഴുത്ത പഴമായിരിക്കുമ്പോഴാണ് നമ്മൾ ഹൽവയ്ക്ക് കുറച്ചും കൂടി മധുരമൊക്കെ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നേരിയൊരു പുളിപ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല പഴുത്ത 1 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഉരുക്കിയെടുക്കുന്നത്. ശർക്കര അധികം വെള്ളത്തിൽ ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സമയം പിടിക്കും നമുക്കത് വറ്റി വരാനായിട്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കുക. അതേപോലെ തന്നെ നമുക്കിപ്പോൾ പഴം ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ നമ്മളിപ്പോൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ശർക്കര നീരൊക്കെ ഇപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ശർക്കര നീര് ചൂടാറിയതിന് ശേഷം നമുക്ക് പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത പഴത്തിൽ വെള്ളം ചേർത്തിട്ട് അടിക്കുന്നില്ല, നമ്മൾ ഈ ശർക്കര നീര് ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് അടിക്കുമ്പോൾ നല്ല പോലെ പഴം അരഞ്ഞു കിട്ടില്ലേ. അപ്പോൾ അതിന് പകരം വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മളിപ്പോൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര നീരിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. നമുക്കിതൊന്ന് അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള ശർക്കര നീര് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കിയോടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ഇനി പഴം വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പാനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ഇപ്പം നമ്മൾ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. പഴം മുഴുവൻ നമ്മളിപ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഒരു പാൻ സ്റ്റൗവിൽ വെക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെളിച്ചെണ്ണ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഹൽവ തയ്യാറാക്കുമ്പോൾ 1/2 കപ്പ് വെളിച്ചെണ്ണയുടെ ആവശ്യം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നെയ്യ് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മളിപ്പോൾ പഴം അരച്ചതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമൊന്നും വേണ്ട, നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. നമ്മൾ പരമാവധി കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ള പണികളിലേക്കൊന്നും തിരിയാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ അടി കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി ഇത് വറ്റിച്ചെടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂണായിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്താണ് ഞാനിപ്പോൾ ഇവിടെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനി നമുക്ക് കുറച്ച് ശർക്കര നീര് ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ശർക്കര നീരും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മാക്സിമം 300 ഗ്രാം ശർക്കര നീരൊക്കെ ചേർത്ത് കൊടുത്താൽ അതിന് ആവശ്യത്തിന് മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു 300 ഗ്രാം ശർക്കരയാണ് ഇപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളത്തിൽ വറ്റിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ശർക്കരയുടെ നീര് നമുക്ക് ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇത് വറ്റി വരുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെളിച്ചെണ്ണയിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പാനിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വറ്റി വരുന്നതിനനുസരിച്ച് വെള്ളമൊക്കെ വറ്റി വരുന്നതിനനുസരിച്ച് വെളിച്ചെണ്ണ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കര നീരും ഇപ്പോൾ ഇവിടെ ഫുള്ള് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തുട്ടാ. എല്ലാ ശർക്കര നീരും ഇവിടെ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ ശർക്കര നീരൊന്നും ഇവിടെ ബാക്കിയില്ല. ഇനി നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് വറ്റി ഒന്നും കൂടി വറ്റി വരുന്നതിനനുസരിച്ച് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതായത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നട്ട്സും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഹൽവയൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് നട്ട്സും ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് നട്ട്സും മുന്തിരിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ ഈ 1/2 കപ്പ് വെളിച്ചെണ്ണ തീരുന്ന വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പാനിൽ അവസാനമാകുമ്പോൾ നമുക്ക് പാനിൽ ഇതേപോലെ എവിടെയും പിടിക്കാണ്ട് ഇങ്ങനെ പാനിൽ ഇങ്ങനെ വിട്ടുപോരുന്നൊരു പരുവം വരും. ഇത് കണ്ടില്ലേ, ഇതേപോലെയാവും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹൽവ തയ്യാറായി എന്നാണ് അർത്ഥം. ഈ സമയത്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഹൽവ ചൂടോടുകൂടി തന്നെ മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഇനി ഇതിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടൊന്നും സെറ്റ് ചെയ്യേണ്ട, ഇതൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ കണ്ട പാനിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മേലെയൊക്കെ നല്ലപോലെ സെറ്റായിട്ട് നമുക്ക് വരും. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇനി ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ബനാന ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് ഈസിയാണ്. നമ്മൾ കുറച്ച് ശർക്കര നീരൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വറ്റി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം.